ഹലോ ഫ്രണ്ട്സ്, ഉരുളക്കിഴങ്ങുണ്ടോ? എങ്കിൽ ഓടി വാ, നമുക്കൊരു അടിപൊളി ഫുഡ് ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ 4 മുഴുത്ത പൊട്ടറ്റോ എടുത്ത് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുകയാണ്. അതിനകത്ത് കട്ടയായിട്ടൊന്നും കാണാൻ പാടില്ല, നല്ല സ്മൂത്തായിട്ട് മാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം പ്രത്യേകിച്ചൊന്ന് ചെക്ക് ചെയ്യുക. ഇനി ഇത് കട്ടയായിട്ടുണ്ടെങ്കിൽ, ലംപ്സ് ഉണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ മിക്സ് ചെയ്ത് സോഫ്റ്റാക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ആദ്യമായിട്ട് നമുക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത ശേഷം, പിന്നെ ഇതിനകത്തെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഒറിഗാനോ ആണ്. അത് ഓപ്ഷനിലാണ്, ഇല്ലാത്തവർക്കത് ചേർക്കണ്ട. അത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഞാനിവിടെ പൊടിയാണ് ചേർക്കുന്നത്. പൊടിക്ക് പകരം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇല്ലെങ്കിൽ ചതച്ചെടുത്തിട്ട് നന്നായിട്ട് നരച്ചെടുത്തിട്ട് ചേർത്താൽ മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പറഞ്ഞ പോലെ പൊടി വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. കഷ്ണം ഉണ്ടാകാതിരുന്നാൽ മാത്രം മതി. അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളാകുമ്പം അത് കടിച്ചിരുന്നാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ കുറച്ച് മല്ലിയില, ഇനി മല്ലിയില ഇല്ലെങ്കിൽ മല്ലിയില ഉപേക്ഷിച്ചാലും കുഴപ്പമൊന്നുമില്ല, അതും നിർബന്ധമില്ല. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ചീസും പെപ്പറോണി അല്ലെങ്കിൽ ചിക്കൻ, ഇത് ഏതെങ്കിലും 2 ഉണ്ടായാലും മതി. അല്ലെങ്കിൽ ഹാം, ഇത് ഓപ്ഷനിലാണ്. ഞാനിവിടെ ഇത് 3 ഉപയോഗിക്കുന്നുണ്ട്. കാരണം അതെൻ്റെ കയ്യിലുള്ളത് കാരണമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി ഇപ്പം നിങ്ങളുടെ കയ്യിൽ പെപ്പറോണി ഹാം ഇല്ലെങ്കിൽ, ഇപ്പം ചിക്കൻ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ട്, അല്ലെങ്കിൽ ബീഫാണെങ്കിലും അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ട് ഈ ചീസ് വെച്ച ശേഷം അതിലേക്ക് ഈ പെപ്പറോണി ഹാം വയ്ക്കുന്ന സെയിം പ്ലേസിൽ വെച്ച് കൊടുത്ത് കവർ ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനാണ് കേട്ടോ. ഈ ഹാമും പെപ്പറോണിയും തന്നെ വേണം നിർബന്ധമില്ല. അതിപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാം, ഇല്ലാത്തവർക്ക് ആ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഒരു ബോളായിട്ട് പൊട്ടറ്റോ ഉരുട്ടിയെടുത്തു. അതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുത്ത ശേഷം ഒരു കഷ്ണം ചീസ് വെച്ച് കൊടുക്കുക. അതിലേക്ക് 2 ചെറിയ കഷ്ണമായിട്ട് പെപ്പറോണി വെച്ച് കൊടുക്കുക. പെപ്പറോണിയുടെ മുകളിലേക്ക് ഹാം വെച്ച് കൊടുക്കുക. ഹാം വെച്ച ശേഷം ഒരു ചീസിൻ്റെ ചെറിയ കഷ്ണം, ഒരുപാട് വലുതല്ല, അതല്ലെങ്കിൽ ചീകിയെടുത്ത ചീസാണെങ്കിലും മതി, കഷ്ണം വേണം നിർബന്ധമില്ല. അങ്ങനെ വെച്ച ശേഷം നന്നായിട്ട് പൊട്ടറ്റോ കൊണ്ട് കോട്ട് ചെയ്യണം. അത് പ്രത്യേകം മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ രണ്ടാമത് കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഫുള്ള് കവറായിരിക്കണം, എവിടെയും ഒരു ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇനി ഇത് ഓയിലി ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ പൊട്ടാറ്റോയിൽ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ചീസ് പൊട്ടി പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് ആ പെർഫെക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കോട്ട് ചെയ്യുക എന്നുള്ളത് അത് മേക്ക് ഷുവർ ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കി എല്ലാ ബോൾസും ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരട്ടെ. ഇത് കേട്ടോ, ഇപ്പം എൻ്റെ പൊട്ടാറ്റോ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ആ മുട്ട ഞാൻ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും, പിന്നെ കുരുമുളക് ഓക്കെ ആണെങ്കിൽ, കുട്ടികൾക്ക് കൊടുക്കാൻ ഓക്കെ ആണെങ്കിൽ മാത്രം കുരുമുളകിൻ്റെ പൊടി ഇച്ചിരി ചേർക്കാം. അതല്ലെങ്കിൽ ഒരു പിഞ്ച് മുളക് പൊടി ചേർക്കാം. അതും ഓപ്ഷനിലാണ്. ഇനിയിപ്പം കുട്ടികളൊന്നും യാതൊരു വിധത്തിലും മുളക് പൊടിയൊന്നും കഴിക്കത്തില്ലെങ്കിൽ അതും അവോയ്ഡ് ചെയ്യാം. കാരണം മുതിർന്നവർക്ക് കുറച്ച് എരിവാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത പൊട്ടാറ്റോയിലേക്കും കുറച്ച് മുളക് ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഇത്തിരി മുളക് പൊടി ചേർത്ത് സ്പൈസിയാക്കി എടുക്കാം. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാട്ടോ. എരിവ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ വിട്ടുകളയാം. പിന്നെ മുട്ടയിൽ മുക്കിയെടുത്ത ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഓരോ ബോൾസും മുട്ടയുടെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയ്ക്കകത്ത് മുക്കിയെടുത്തിട്ട് ഈ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്ത് വെക്കണേ. ഇതിപ്പോൾ ഞാൻ ഇത്ര കോട്ട് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, എനിക്കിത്തിരി സമയമുണ്ട്, എനിക്കിപ്പം ഇത് ഫ്രൈ ചെയ്തെടുക്കണ്ട. ഞാൻ അതുകൊണ്ട് ഇതൊന്ന് ഒരു ക്ലിങ് ഫിലിം ഇട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്.
അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം എണ്ണയിലോട്ട് ഒട്ടും ബ്രെഡ് ക്രംസ് വീണ് പോകത്തില്ല. അത് പെർഫെക്റ്റായിട്ട് സെറ്റായി കിട്ടും. നമ്മളൊരു 10 മിനിറ്റ് ആണെങ്കിൽ പോലും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് ഇതെടുത്തതാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് കൊട്ടിക്കളയാൻ വേണ്ടി ഒരു ബ്രെഡ് ക്രംസും ഇല്ല. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇത് നന്നായിട്ട് ബ്രൗൺ ആകുന്നിടം വരെ നമ്മൾ കട്ടറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ലേ, ആ പരുവത്തിൽ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിത് ഫുള്ള് ഓയിൽ ഒഴിച്ചിട്ടില്ല, കാരണം ഫുൾ കവർ ചെയ്യാവുന്ന രീതിയിൽ ഒഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ചതിന് ആ എണ്ണയിൽ നിന്ന് കുറച്ചതിൻ്റെ മുകളിലേക്ക് കോരി ഒഴിച്ചാൽ മതി. എനിക്ക് ഒരുപാട് ഫ്രൈ ചെയ്യാനില്ല, അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി എണ്ണ ഒഴിക്കാത്തത്. അതിപ്പം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് കാണാനും വളരെ നല്ലതാണ്, അതുപോലെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ചോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതും വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് കുറച്ച് സാധനങ്ങളും കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. വളരെ വെറൈറ്റി ആയിട്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുവാണെങ്കിൽ തന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികൾ, മുതിർന്നവരെക്കാളും ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കാണ്. പക്ഷെ എന്നുവെച്ചാൽ മുതിർന്നവർക്ക് കഴിക്കാൻ കൊള്ളത്തില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. വളരെ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണിത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് സാലഡോ അല്ലെങ്കിൽ സ്റ്റീംഡ് വെജിറ്റബിളൊക്കെ കൂട്ടി കഴിക്കാനാണെങ്കിൽ വളരെ അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇത് കണ്ടോ, ഇതിപ്പോൾ ഓൾമോസ്റ്റ് തന്നെ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല ബ്രൗണിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാവേ. ഞാനിതുപോലെ ബാക്കിയെല്ലാം കൂടെ ഫ്രൈ ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് സാലഡിൻ്റെ ലീവ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യുകയാണ്. ഇതിന് നമുക്ക് എന്ത് പേരിടുമെന്ന് എനിക്കറിയത്തില്ല. പെപ്പറോണി ഫീസ്റ്റ് എന്നോ അതല്ലെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും ഇട്ട് വിളിക്കാം. പക്ഷേ ഞാനിതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വിഭവം ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.